ഹായ്, നമസ്കാരം. അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് കഥയൊന്നുമല്ല, എനിക്ക് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നേരെ കിടക്കാം. നമ്മളൊക്കെ നേരം വെളുത്ത് അന്നത്തെ പത്രം എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ TV കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് നമ്മൾ ഒരുപാട് വാർത്തകൾ കേൾക്കാറുണ്ട് അല്ലേ? എന്തോരം വാർത്തകൾ നമ്മുടെ കൺമുന്നിലൂടെ നടക്കുന്നത്, കാണുന്നത്. അപ്പോൾ അതിൽ എത്രയധികം നെഗറ്റീവ് വാർത്തകളുണ്ടാവും, നെഗറ്റീവ് ന്യൂസ്, അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ എത്രയധികം ഉണ്ടാവും. ഇന്നത്തെ പത്രത്തിലെ ഒരു വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഫ്രണ്ട് പേജിൽ തന്നെ ഉത്തർപ്രദേശിലെ ഗ്രാമത്തിൽ പ്രാർത്ഥനായോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു പോയെന്ന ഏറെ വിഷമകരമായൊരു വാർത്ത അല്ലേ? അപ്പോൾ അതുപോലുള്ള വാർത്തകൾ ഓരോ ദിവസത്തെ പത്രങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് മരണം ആയിക്കോട്ടെ, കൊലപാതകങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ അപകടങ്ങൾ, പിന്നെ പീഡനം, അങ്ങനെ അടിയിടി, അങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മുടെ കൺമുന്നിൽ പെടാറുണ്ട്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നാറുള്ളത് കുട്ടികളെ സംബന്ധിക്കുന്ന വാർത്തകളാണ്. അവരുടെ അപകടങ്ങൾ അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും വാർത്തകൾ കാണുമ്പോൾ എനിക്ക് മനസ്സിൽ വളരെയധികം വിഷമം തോന്നാറുണ്ട്. അതായത് കുട്ടികളുടെ മിസ്സിങ് ഒക്കെ ഉണ്ടാവില്ല, ചില സമയത്ത് കുട്ടികൾ മിസ്സായി എന്നുള്ള വാർത്തകൾ ഉണ്ടാവും. പിന്നെ അപകട മരണങ്ങൾ അല്ലേ, അതൊക്കെ കാണുമ്പോൾ അവരെക്കുറിച്ച് നമുക്കൊരുപാട് വിഷമം തോന്നാറുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മളെക്കുറിച്ച് നമ്മൾ ആ സമയത്ത് ഓർക്കാറുണ്ട്. കാരണം നമുക്ക് കൊച്ചുമക്കളുണ്ട്. അവരൊക്കെ അവരുടെ പ്രിയപ്പെട്ട മരണപ്പെട്ട കുട്ടികളുടെ പ്രിയപ്പെട്ട ആളുകളൊക്കെ അതൊക്കെ എങ്ങനെ അതിജീവിക്കുന്നു എന്ന് നമ്മൾ വല്ലാതെ വിഷമത്തോടെ ഓർക്കാറുണ്ട് അല്ലേ? പക്ഷെ നമ്മളൊക്കെ മരിക്കില്ല എന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മളെല്ലാവരും മരിച്ചു പോകും. മരണത്തെ അതിജീവിക്കാൻ വേണ്ടി നമുക്ക് ആർക്കും സാധിക്കില്ല. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, കുറേ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കൊടുത്താൽ നമുക്ക് പല അപകടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മളൊക്കെ കേൾക്കാറുണ്ട് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളത്. എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നുള്ള പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കും. പക്ഷേ അതിൻ്റെ ജാഗ്രതാ നിർദ്ദേശങ്ങളും അതിനോടനുബന്ധിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ നമ്മളതൊക്കെ പാലിക്കും അല്ലേ? ആ ചൂടോടുകൂടി നമ്മളതൊക്കെ പാലിക്കും. പിന്നെ നമ്മളതൊക്കെ മറന്നു പോകും. കാരണം എന്താണ്? നമ്മൾ മനുഷ്യരാണ്, തിരക്കുകളുണ്ട്. മനുഷ്യന് ഈ മറവി എന്ന് പറയുന്നത് കൂടപ്പുറപ്പ് പോലുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളതൊക്കെ പിന്നെ ആ ജാഗ്രത കാണിക്കലും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. പക്ഷെ അങ്ങനെ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു സംഭവത്തിൻ്റെ ആഘാതം അതായത് ഇപ്പോൾ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ അയാളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്ന് രാത്രി ഇറങ്ങിയപ്പോൾ ഇരുട്ട് കാരണം കണ്ടില്ല, അയാൾ ഒരു പാമ്പ് കടിച്ചു. അയാൾക്ക് ഒന്നുകിൽ ടോർച്ച് യൂസ് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ശ്രദ്ധയോടുകൂടി നടക്കായിരുന്നു, നിലത്ത് നോക്കി ശ്രദ്ധിച്ച് നടക്കായിരുന്നു. അതുപോലെ പകൽ സമയങ്ങളിൽ ചവറുകളിലും പിന്നെ ഇടയിൽ കല്ലിൻ്റെ കൂട്ടിയിട്ടുണ്ടാവുമല്ലോ. കല്ലൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ ഒരുപാട് കല്ല് കൂട്ടിയിട്ടുണ്ടാവും, പഴയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും അളകളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ പാമ്പുകളൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. ചെറിയ പാമ്പുകൾ, ചെറുതാണെങ്കിലും ഏറെ വിഷമുള്ള പാമ്പുകൾ. പക്ഷേ നമ്മൾ കുട്ടികളെയൊക്കെ മുറ്റത്ത് കളിക്കാൻ അയക്കും, വിടാറുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ, അങ്ങനെയൊക്കെ നമുക്ക് കേട്ടിട്ടില്ലേ, പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നല്ല ചൂടായിരിക്കും അല്ലേ? അയ്യോ അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വളരെ ശ്രദ്ധയായിരിക്കും, ഭയങ്കര ശ്രദ്ധയായിരിക്കും. തൊട്ടതിനെ പിടിച്ചതിനൊക്കെ നമുക്ക് വളരെ ശ്രദ്ധയായിരിക്കും. പിന്നെ അതൊക്കെ നമ്മൾ മറന്നു പോകും. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എല്ലാം മറന്നു പോകും. പിന്നെ പഴയപടിയാവും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും നമ്മളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ അടുത്തായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങളിലായിക്കോട്ടെ, പത്രത്തിലായിക്കോട്ടെ, TV-യിലായിക്കോട്ടെ, നമ്മൾ ആരെങ്കിലും പറഞ്ഞറിവായിക്കോട്ടെ, അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നമ്മളെ ജാഗ്രത പെട്ടെന്ന് പൊട്ടിമുളയ്ക്കും. പിന്നെ നമ്മളൊക്കെ വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരായിട്ട് തീരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണും കുട്ടി ബക്കറ്റിൽ വീണ് ശ്വാസം മുട്ടി മരിച്ചു എന്ന്, ബാത്റൂമിൽ. പിന്നെ കഴുത്തിൽ ഷാൾ മുറുകി മരണപ്പെട്ടു, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. അങ്ങനെ പലതരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മളിൽ ഒരുപാട് അമ്മമാർ ജോലിക്ക് പോകുന്നവരുണ്ട് അല്ലേ? അല്ലാതെ ജോലിക്ക് പോകാതെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുന്ന അമ്മമാരുണ്ട്. അവർക്കെല്ലാവർക്കും 100 കൂട്ടം പണികൾ കാണും. 2 കൂട്ടർക്കായാലും ഒരുപാട് പണികൾ ഒരു വീട്ടിൽ കാണും. നമ്മുടെ കൊച്ചുമക്കളെയൊക്കെ പലതരത്തിലുള്ള കളികൾ കളിക്കാറുണ്ട്. കളിച്ചാണ് കുട്ടികൾ വളരേണ്ടത്. അപ്പോൾ പലതരത്തിലുള്ള കളികളിൽ ഏർപ്പെടുന്നവരാണ് നമ്മുടെ വീട്ടിലെ എല്ലാ കുട്ടികളും. അപ്പോൾ ചില കുട്ടികളുടെ കയ്യിലൊക്കെ ഈ ചെറിയ റിമോട്ടിലൊക്കെ ഇടുന്ന ബാറ്ററികളില്ല, ആ ടൈപ്പ് ബാറ്ററികളൊക്കെ കാണാറുണ്ട്. പിന്നെ കോയിൻ, എങ്ങനെയെങ്കിലൊക്കെ അവരുടെ കയ്യിൽ കോയിൻ എത്തിപ്പെടും. ചിലർ പേന, പെൻസില്
ഒക്കെ വെച്ചിട്ട് കൈ പിടിച്ച് കളിച്ചിട്ട് ഓടാറുണ്ട്. അവരുടെ കയ്യിൽ ചിലരുടെ കയ്യിൽ പേനയുടെ ടോപ്പ് അങ്ങനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാവാറുണ്ട്. പിന്നെ ഈ പെൻസിലൊക്കെ വെച്ചിട്ട് ഇവർ ഓടുമ്പോൾ കവിളിനടിച്ച് വീഴുമ്പോൾ ഉള്ള അവസ്ഥ ഒന്ന് നമ്മളെല്ലാവരും ഓർത്ത് നോക്കി. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അവരെ പാടനുസരിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ നമ്മുടെ വീട്ടിലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കും. പക്ഷെ ചില സാധനങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്തെങ്കിലും കളിപ്പട്ടത്തിൻ്റെ പീസായിരിക്കും പൊട്ടിപ്പോകുന്നത്. അതൊക്കെ ആയാലും മതി. ചിലർക്ക് അവർക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അവർ പോലെ ഒച്ച വെച്ചിട്ട് നമ്മൾ അറിയിക്കാൻ പറ്റുന്നില്ല. ഒച്ച വയ്ക്കാൻ പറ്റില്ല അവർക്ക്. നമ്മൾ നമ്മുടെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം നമ്മളാണെങ്കിൽ അത് അറിയാനും പോണില്ല. അപ്പം പരമാവധി ഈ സാധനങ്ങളൊക്കെ കുട്ടികളൊക്കെ കളിക്കാൻ സാധനങ്ങൾ നമുക്ക് കൊടുക്കാതിരിക്കാനൊന്നും കഴിയില്ല. പക്ഷേ ചില്ലറ പൈസ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പരമാവധി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് പെട്ടെന്ന് നമ്മുടെ കണ്ണ് വെട്ടിച്ച് ചില എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ എത്തിപ്പെടാം. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി നടക്കണ്ടേ. അപ്പോൾ ഈ കുട്ടികളൊക്കെ നമ്മുടെ കുഞ്ഞുമക്കളെയൊക്കെ നമ്മുടെ കൺമുന്നിൽ കളിക്കാൻ അനുവദിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ പണി നടക്കും. അവർക്കുള്ള കെയറിങ്ങും നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ചിലരൊക്കെ റോഡിലൂടെ നടന്നു പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ വേറെ വഴിക്കും കുട്ടി വേറെ വഴിക്കായിരിക്കും. തിരക്കുള്ള റോഡാണ്. വെറുതെ ഒന്ന് റോട്ടിൽ കൂടെ നടന്നു പോയാൽ മതി. ബസ് സ്റ്റോപ്പിൽ നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുകയായിരിക്കും. യാതൊരു വിധത്തിലുള്ള ഒരു റോങ്ങും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ നമ്മുടെ പാടോയ്ക്ക് ബസ് ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ വെറുതെ വന്ന് വണ്ടികൾ ഇടിച്ചിടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ടില്ലേ, CCTV ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിലായാലും TV യിലായാലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറുതെ നിൽക്കുന്ന ആൾക്കാരെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചൊക്കെ പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള തിരക്ക് പിടിച്ചൊരു റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ പലരും കുട്ടികളെ കയ്യിൽ പിടിക്കാണ് നടന്നു പോകുന്നത്. എൻ്റെ ശ്രദ്ധയിലും നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ നമ്മൾ ആ കുട്ടികളുടെ കൈകളിൽ ചേർത്ത് പിടിച്ച് നടന്നു പോയാൽ എന്തെങ്കിലും സംഭവിക്കും? ഒന്നും നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ റോഡിലൂടെ പോകുമ്പോൾ കുട്ടികളെ കൈകളിൽ ചേർത്ത് പിടിച്ച് നടന്നു പോകുന്ന ആ ഒരു കാഴ്ച എത്ര സുന്ദരമായിരിക്കും അല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇനി നമ്മളറിയാത്ത ചില ബാഡ് ഹാബിറ്റ്സ് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചിലരോട് നമുക്കൊരു കാരണമില്ലാതെ വെറുതെ ദേഷ്യം തോന്നാറുണ്ട്. അവർക്ക് നമ്മളെ അറിയില്ല, നമുക്ക് അവരെ അറിയില്ല. നമ്മൾ തികച്ച അപരിചിതരാണ്. എന്നിട്ടും നമുക്ക് അവരോട് വെറുതെ ദേഷ്യം തോന്നാം. കാരണം എന്താണ്? അവരുടെ ഡ്രസ്സ് ഇഷ്ടപ്പെടുന്നില്ല, അവരുടെ സംസാരം നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ മുൻപ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു കാരണം നമ്മൾ അവരെ കണ്ടെത്തും. പക്ഷെ അവരെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാലും നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യമാണ്, വെറുപ്പാണ്. എന്താണ് പ്രത്യേകിച്ച് നമുക്ക് പറയാനായിട്ട് നിർത്തി വെക്കേണ്ട ഒരു കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. ആ വ്യക്തി നമ്മൾ വെറുക്കാൻ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പ്രത്യേക കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എൻ്റെ പരിചയത്തിലൊരു ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ചേച്ചിക്ക് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ചേച്ചിക്ക് ഇഷ്ടമല്ല. കാരണം അവർക്ക് അവരുടെ താടി കുറച്ചൊന്നും നീണ്ടിട്ടാണ്. അപ്പോൾ അവർക്ക് ഒരാടിനെയാണ് ഓർമ്മ വരാറ്. അപ്പം പിന്നെ അവരോട് ഭയങ്കര വെറുപ്പാണ്, ദേഷ്യം. ഇതാണൊരു കാരണം. അപ്പോൾ പിന്നെ കേട്ടുകേൾവിയുള്ള മറ്റൊരു കാര്യമുണ്ട്. ഒരു വ്യക്തി, ഒരു പ്രശസ്തനായ ഒരാളുണ്ട്. അപ്പോൾ ആളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ ആൾക്ക് ഒരുപാട് സമ്പത്തും പ്രശസ്തിയൊക്കെ വേണ്ടതിൽ അദ്ദേഹമുണ്ട്. പക്ഷേ അയാളുടെ ആരാധകർ അയാളോട് ചോദിച്ചു, പല്ല് വളരെയധികം ഉയർന്നിട്ടാണ്. അപ്പോൾ കമ്പിയിട്ട് വിടുന്ന വെച്ചപ്പോൾ എന്നെ ദൈവം സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല രൂപമാറ്റം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരു വ്യക്തിയുടെ രൂപം കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ നമുക്ക് എന്തിനാണ് ഒരു കാരണമില്ലാത്തൊരു വെറുപ്പോ ദേഷ്യമോ നമ്മൾ അയാളോട് പ്രകടിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പോലും തോന്നുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചിന്തിക്കാറ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗുഡ് ഹാബിറ്റ് എന്താണ്, ബാഡ് ഹാബിറ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. നമ്മളതൊന്നും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല എന്നതാണ് സത്യം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അവരോടൊന്ന് പുഞ്ചിരിച്ച് നോക്കും. നമുക്കൊരു പോസിറ്റീവ് ഫീൽ കിട്ടും. നമ്മൾ അവരോടൊരു പുഞ്ചിരി, നമ്മൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും, അവർക്കും കിട്ടും. എന്ന് വെച്ചിട്ട് എപ്പോഴും എല്ലാവരോടും ചിരിച്ചിട്ട് നടന്ന സംഗതി വട്ടാണെന്ന് വിചാരിക്കാനേ വഴിയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞത് അല്ല, ഇതിലപ്പുറം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്കറിയാം നിഷേധിക്കേണ്ടത് എന്താണ്, അംഗീകരിക്കേണ്ടത് എന്താണ് എന്ന് എല്ലാം നമുക്കറിയാം. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് നമ്മളതൊക്കെ തള്ളിക്കളയും അല്ലേ. ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇന്നിങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ കരുതി. എന്തെങ്കിലും അറിവേറും ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ അതുവരെ എല്ലാവരോടും ബൈ പറയുന്നു. നന്ദി, സന്തോഷം. അപ്പോൾ താങ്ക് യു.